പലവട്ടം പറഞ്ഞിട്ട് കറിയുള്ള പാത്രത്തിൽ വെക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ₹1 പോലും ചെലവില്ലാതെ കാറിന്റെ ഇന്റീരിയർ ക്ലീനിങ് വീട്ടിൽ തന്നെ എങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ 4 തരത്തിലുള്ള ബ്രഷുകളും ഒരു ഹാൻഡ് വാഷും മാത്രമാണ്. ആദ്യം നിന്ന് നമ്മുടെ വണ്ടർവോളിന്റെ അവസ്ഥ ഒന്ന് കാണിക്കാം. പ്രത്യേകിച്ച് മഴക്കാലത്ത് കരിമ്പനെയും പൂപ്പലൊക്കെ പിടിച്ച് ആകെ അലങ്കോലമായി കിടക്കുകയായിരിക്കും മിക്ക കാറുകളും. അപ്പൊ ക്ലീനിങ്ങിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വണ്ടിക്കുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും നല്ല മഴ പെയ്തുകൊണ്ട് ഇനി സീറ്റ് ക്ലീൻ ചെയ്തിട്ടാവും ബാക്കി പരിപാടി എന്ന് വെച്ചു. ഇതുപോലെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷാണ് സീറ്റ് വരുത്താൻ വേണ്ടിയിട്ട് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സീറ്റിന്റെ ലൈൻ പാറ്റേൺ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മുടെ ബ്രഷ് വരുത്താൻ. ബ്രഷിങ്ങിന് ശേഷം ഇതുപോലെ 2 വൈപ്പിംഗ് ക്ലോത്ത് എടുത്ത് നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്ന സീറ്റാണ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെയാക്കി മാറ്റിയത്. മഴയൊക്കെ പോയി നല്ല വെയിൽ വന്നുകൊണ്ട് ഇതുപോലെ ഉണക്കിയെടുക്കാൻ എളുപ്പമായി. ഇനി ഡോർ പേഡിന്റെ ഭാഗങ്ങളാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ ബ്രഷും ഒരു ടൂത്ത് ബ്രഷുമാണ്. ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ സോപ്പ് പത ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്തതിനു ശേഷം വൈപ്പിംഗ് ക്ലോത്ത് കൊണ്ട് അപ്പോൾ തന്നെ തുടച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള സ്വിച്ചുകളിലും സ്പീക്കറിലൊക്കെ വെള്ളം അധികമാവാതെ പത മാത്രം ഉപയോഗിച്ച് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ തന്നെ വൈപ്പിംഗ് ക്ലോത്ത് എടുത്ത് ഇതുപോലെ തുടച്ചെടുക്കുകയും വേണം. ഇനിയുള്ളത് നമ്മുടെ ഡാഷ്ബോർഡിന്റെ ഭാഗങ്ങളാണ്. ഇതുപോലെ AC വെന്റിലെ ഓരോ ലീഫുകളും പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് വേണം തുടച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഗ്ലോ ബോക്സ്, സീറ്റ് ബെൽറ്റ്. ഇന്റീരിയർ ക്ലീനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും ഡീപ്പ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അങ്ങനെ വണ്ടിക്കുള്ളിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ ഡീപ്പായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ടിയുടെ പുറംഭാഗം ക്ലീൻ ചെയ്ത് എല്ലാ ഡോറുകളും തുറന്നിട്ട് വെയിലും കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി ഇതുപോലെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പറ്റുവാണെങ്കിൽ വണ്ടിയുടെ ഹീറ്റർ ഓൺ ചെയ്ത് ഫാൻ ഫുൾ സ്പീഡിലിട്ട് കുറച്ചു നേരം നിർത്തുന്നതും നല്ലതാണ്. ഇനി ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറ്റുകളെല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ വണ്ടിയുടെ സീറ്റും ഇന്റീരിയറും എല്ലാം നല്ല വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും പ്രയോജനപ്പെട്ടു എന്നും കരുതുന്നു. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഗുഡ് ബൈ.